വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. അപ്പോൾ ഷാർഡ് ഓഫ് എക്സ് ഫുഡ് ഡെലിവറി ചലഞ്ച് ഡേ 13 ഇന്ന്. രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 5:20 രാവിലെ. പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്, രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഉറട്ടി. അപ്പോൾ നിങ്ങളെ സ്ഥലത്ത് ഇത് എന്താണെന്ന് പറയണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഉറട്ടിയാണ്, അരി ഉറട്ടി ഗൈസ്. അപ്പോൾ കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ പെട്രോൾ പമ്പിൽ എത്തി, പെട്രോൾ അടിച്ചിട്ട് പോവാം. 235 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. എത്ര രൂപ കിട്ടും? 2.19 ലിറ്റർ ആണ് കിട്ടിയത് കേട്ടോ. ഗൈസ് അപ്പോൾ ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. നമ്മൾ അലങ്കാർ പ്യൂർ വെച്ചാണ് കേട്ടോ. ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, ഹോട്ടലിൽ എത്തി കേട്ടോ. ഗൈസ് ഇവിടെ അലങ്കാർ പ്യൂർ വെജ് ഇല്ലേ, അവിടുത്തെ വില വിവരമാണ് കേട്ടോ. ദോശ 60, ബട്ടർ ദോശ 70. എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 22.71. ഇഡലിയും പൂരി മസാലയാണ് കേട്ടോ. 3 സെറ്റ് പൂരി മസാല ഇഡലിയാണ്. ഉക്കോലയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ഗൈസ് അപ്പം സംഭവം എന്ന് പറഞ്ഞാലേ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ചെറിയൊരു ആക്സിഡന്റ് നടന്നത്. അത് സംഭവം വേറൊന്നുമല്ല, നമ്മളെ വഞ്ചിയൂര് കോടതിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സിഗ്നൽ ഉണ്ടല്ലേ, കറക്റ്റ് പറഞ്ഞാൽ നമ്മളെ ജനറൽ ഹോസ്പിറ്റലിൽ താഴെ ഒരു സിഗ്നൽ ഉണ്ട്. സ്ഥലം ഞാൻ മറന്നുപോയി കേട്ടോ. ജനറൽ ഹോസ്പിറ്റലിൽ താഴെ ഇറങ്ങി വരുന്ന വഞ്ചിയൂര് തൊട്ട് നമ്മള് പിന്നെ ഇവിടെ ലെഫ്റ്റിലോട്ട് പോകൂലേ, നമ്മളെ സ്റ്റീം ബോട്ടിന്റെ അങ്ങോട്ട് പോണതിന്റെ അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അപ്പൊ എനിക്ക് നേരെ നമ്മളെ പ്ലാമൂട്ടിൽ നിന്ന് വഞ്ചിയൂരോട്ട് പോകണം. ഞാൻ അങ്ങനെ ആ റൂട്ടിൽ വന്ന് അവിടെ സിഗ്നലിൽ വന്ന്, സിഗ്നൽ അവിടെ പച്ച കണ്ടപ്പോൾ ഞാൻ എത്തി സ്പീഡ് കൂട്ടി ഇങ്ങനെ കയറി അങ്ങ് പോകാൻ വേണ്ടി വന്നു. അപ്പോൾ മഞ്ഞ വീണ് പെട്ടത്. ഞാൻ പതുക്കെ സൈഡിലോട്ട് കൊണ്ട് ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി നിർത്തി ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പൂന്നും പറഞ്ഞ ഒരു പെണ്ണ് വന്ന് ഒറ്റയിടി ബാക്കിൽ. ഞാൻ അപ്പം വീണില്ല. എന്നിട്ട് ആ പെണ്ണിന്റെ വണ്ടിയില് പുറകെ വന്ന് ഒരു ചേച്ചി അവിടെ വീണ് കേട്ടോ. എന്ത് വണ്ടിയിലെ പുറകെ വന്ന് വേറെ 2 ബൈക്ക് വന്ന് ഒറ്റയിടി. ആ ബൈക്കിന്റെ കൂടെ ഇടി കൊണ്ടപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചരിഞ്ഞു, ഒരു സൈഡിലോട്ട് ചരിഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് ഒരു കൂസലും ഇല്ല കേട്ടോ. ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാൽ നിക്കല. അത് ഞാൻ എന്തിനാ കൊണ്ടുവച്ച് ഇടിച്ച് മറിച്ചിട്ട് പോലെയാണ് അവര് നിക്കണത്. വല്ലം പറ്റിയോ ഒന്നും ചോദിക്കണില്ല, ഒരക്ഷരം മിണ്ടാതെ അങ്ങ് നിൽക്കുക. പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു കേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചു. പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല, ഇത്ര കൺട്രോൾ ഇല്ലാതെ ഓട്ടിച്ചാലേ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ വണ്ടി ഓട്ടിച്ചപ്പോഴല്ല, സിഗ്നലിൽ കൊണ്ട് നിർത്തിയപ്പോഴാണ്. അത് സൈഡ് പക്കമാണ് നിന്നത്, ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ, അല്ലെങ്കിൽ വിഷ്വൽ കിട്ടിയേനെ. സൈഡ് ഇതിലാണ് നിന്നത്, അല്ല സെന്ററിലൊന്നും അല്ല, സൈഡ് ഒതുക്കിയാണ് നിർത്തിയത്. വണ്ടി നിർത്തിയ ഉടനെ അല്ലേ ഇടിച്ചത്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ബാക്കിൽ നിന്നൊന്ന് ഒറ്റ ഇടി. ശരി, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 61 രൂപയാണ് കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓർഡർ എന്ന് പറയുമ്പോൾ അത് ഹോട്ടൽ ചിന്നൂസ് ആണ്. 2ാമത്തെ ഓർഡറാണ് കേട്ടോ. ഇന്ന് ഇത്തിരി ശോകമാണെന്ന് തോന്നണ്. ഗൈസ് അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ,
ഗൈസ് 1/2 കിലോ ചിക്കൻ സ്റ്റൂവും 6 അപ്പമാണ് കേട്ടോ. കല്ലമ്പള്ളിയാണ്, ഓപ്പോസിറ്റ് ശിവമിനി സ്റ്റോർ. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടാ. ഇവിടെ റോഡ് പണി, അയ്യോ റോഡ് പണി നടക്കുകയല്ലേ മച്ച്. അങ്ങനെ ഒരു വിധം ഇവിടെ എത്തി. ഇപ്പോൾ 42 കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആര്യാസ് ആണ് കേട്ടോ. പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, അവിടുത്തെ ആര്യാസ് ആണ്. ഇത് 3ാമത്തെ ഓർഡറാണ്. ഗൈസ് ഫുള്ള് ബ്ലോക്ക് ആയി കേട്ടോ. സിഗ്നൽ ഇതാക്കിയിട്ട് വണ്ടി എല്ലാം കൂടെ കയറി ഫുള്ള് ബ്ലോക്ക് ആയി. അയ്യോ അടിപൊളി കേട്ടോ, സൂപ്പർ. ഫുള്ള് ബ്ലോക്ക്. ചിക്കനോടെ ആ ലോറിക്കാരനാണ് പ്രശ്നം പറ്റിച്ചത്. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡിയായെന്ന് തോന്നണം കേട്ടോ, നോക്കാം. ഗൈസ് അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. പൂരി, വടയും രസവടയും കോഫിയാണ് കേട്ടോ. ഗൈസ് അപ്പോൾ കൊടുക്കാനുള്ളത് ഗൈസ്, അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കാണിക്കുന്നത് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. 194 രൂപ ക്യാഷ് ഓൺ ഡെലിവറി. കസ്റ്റമർ 200 തന്നു കേട്ടോ. ബാക്കി വെച്ചോളാൻ പറഞ്ഞ്, എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലായിരുന്നു. ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. വൈഗാസ് ഓട്ടുപുരിയാണ് കേട്ടോ. നമ്മളെ കിങ്സ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് വൈഗാസ് ഓട്ടുപുരിയാണ്. ഓപ്പോസിറ്റ് അല്ല കേട്ടോ, കിങ്സ് ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ. ഗൈസ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പ സെറ്റ് മസാല ടീ ആണ് കേട്ടോ. ഗൈസ് കൊടുക്കാനുള്ള പേറുക്കട ക്യാമറ ചാർജ് ചെയ്യുന്നു. ഗൈസ് അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ക്യാമറ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പം കുറച്ച് ചാർജ് ചെയ്തതാണ്. ചാർജ് തീർന്നു. ഇവിടെയാണെങ്കിൽ ലൊക്കേഷൻ ഈ വീടായിരിക്കും കേട്ടോ. ശരി ഓ ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 45 രൂപയാണ് കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്പം അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. മറ്റേ സലാഡ് കഫേ അല്ലേ, അവിടെ നിന്നാണ് ഓർഡർ അടിച്ചത്. സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. ബനാന സ്മൂത്തിയും പിന്നെ വേറെന്തോ ഒരു സാൻഡ്വിച്ചാണ്. ഇപ്പോൾ കൊടുക്കാനുള്ളതെന്ന് പറയണത് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ് കാണിക്കുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് പറയണത് കേട്ടോ. ഓപ്പോസിറ്റ് ഏതാ ബി എൻ ബിൽഡിങ്ങാ അങ്ങനെ കൊണ്ട് കൊടുത്തേക്കണേ. 2 മിനിറ്റ് തരാന്ന് പറഞ്ഞിട്ടേ 3/4 മണിക്കൂർ എടുത്തു. എന്ത് ചെയ്യും? ദേവസ്വം ബോർഡ് വഴിയാണ് പോകാനുള്ളത് കേട്ടോ. ഗൈസ് ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ കാണിക്കുന്നു കേട്ടോ. ഗൈസ് അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ട് അയ്യോ നോക്കാൻ പറ്റിയില്ല, എത്ര രൂപ കിട്ടിയെന്ന്. 42 രൂപയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെയാണ് മതേസ് വെജ് പ്ലാസ. ഗൈസ് ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി വെക്കാം കേട്ടോ, ഇവിടെ വണ്ടി കയറ്റി വെക്കാം. പൂജ്യം 7 31 ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ.
പനീർ മസാല ദോശയാണ്. ക്യാഷ് ഓൺ ഡെലിവറി. സംഭവേ ഇപ്പൊ അവര് ഫുഡ് എടുക്കാൻ തിരിച്ചെടുത്ത് വച്ചേട്ടാ. സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വിചാരിച്ച് ഇത് സൊമാറ്റോയിൽ ഓർഡറാണെന്ന് വിചാരിച്ചേട്ടാ. അതുകൊണ്ടാണ് എന്താ ചോദിച്ചത്. അപ്പൊ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ജവഹർലാൽ ശാസ്ത്രമംഗലം കേട്ടോ, SFS റിച്ച് മൗണ്ട്. അപ്പൊ നമുക്കിവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ മതി. വെള്ളയമ്പലത്ത് നമ്മള് വെള്ളയമ്പലത്ത് നിന്ന് നമ്മള് ശാസ്ത്രമംഗലത്തോട്ട് പോകൂലേ, ആ റൂട്ടിൽ നിൽക്കുമ്പോ സിഗ്നൽ ചെറിയ പ്രശ്നമാണ് കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. ഇപ്പൊ ഞാൻ അവിടെ തിരിഞ്ഞു വന്നപ്പോ അവിടെ റെഡ് കാണിച്ചു. നമ്മുടെ വണ്ടി നിർത്തി ബാക്കിലുള്ള വണ്ടികളൊക്കെ ചറവ ഹാണടിക്കും. അത് വലിയ കൺഫ്യൂഷൻ ആണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോവാനുള്ളത്. ഗൈസ് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഇപ്പൊ നമുക്ക് പോവാനുള്ളത് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. ഞാൻ നമ്മളെ പേരൂക്കട പോകാനില്ലേ, ആ റൂട്ട് കയറി. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്, ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. ആ കുഴിയിരിക്കുന്ന ഫ്ലാറ്റാണ് അതുകൊണ്ട് ആ ഫ്ലാറ്റ് അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? വലിയ അമ്മച്ചി. കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അജ്ജോ ബിരിയാണിയാണ് കേട്ടോ, അജ്ജോ ബിരിയാണി. പൈസ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അജ്ജോ ബിരിയാണി കേട്ടാ. ഇന്നും ഇവിടെ നിർത്തുന്നത്. ഓൾറെഡി ടൈം കഴിഞ്ഞു കേട്ടാ, സംഭവം റെഡി ആയിട്ടില്ല. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. കൊടുക്കാനുള്ളത് പ്ലാമൂട്. ഡൗട്ട് കാരണം യൂണിഫോം ഇല്ലാത്തോണ്ടേ. ഷാഡ ഫെസ്റ്റിന് യൂണിഫോം ഇല്ല ഗായ്സ്. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, യൂണിഫോം കിട്ടിയിട്ടില്ല, ബാഗും കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ യൂണിഫോമത്തിന്റെ പൈസ, ഇതിന്റെ ബാഗിന്റെ പൈസ അവര് പിടിച്ചു. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി വണ്ടി കിടക്കണ കേട്ടോ, മറ്റേ കോമിറ്റ് MG ഇലക്ട്രിക് ആണ്. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപ കിട്ടി നോക്കില്ല കേട്ടോ. 36 രൂപയാണ് കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ബിരിയാണി കടയിൽ നിന്ന്. ഞാൻ വിചാരിച്ചേ നമ്മളെ സംസം പോകൂലേ, അങ്ങോട്ടാണെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. വട്ടിയൂക്കാവ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങോട്ടായിരിക്കും. ഇത് മിക്കവാറും പ്ലാമൂടുള്ള ബിരിയാണി. ഓക്കെ, നമ്മളെ ഇമ്പീരിയൽ കിച്ചൻ ഇല്ലേ, അവിടെയാണ് ബിരിയാണി കട എന്നും പറഞ്ഞു കൊടുത്തേക്കണ. ഇമ്പീരിയൽ കിച്ചൻ ഞാൻ വെച്ച് വേറെ എവിടെയായിരുന്നു. അപ്പൊ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ബിരിയാണി കോംബോയാണ് കേട്ടോ, ബിരിയാണി കോംബോയാണ്. അപ്പൊ ബിരിയാണി ഉണ്ട്, പിന്നെ സലാഡ്, പപ്പടം, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാകും. വേറെ ഇമ്പീരിയൽ കിച്ചന്റെ ഒരു പരസ്യം കേട്ടോ, ഇതിന്റെ വില വിവരമൊക്കെ ഒരു പരസ്യം. ഇതിങ്ങനെ കെട്ടി വെക്കാം കേട്ടോ, അതിൽ ചിലപ്പോ എല്ലാം കൂടെ തെറിച്ച് പോകും. ഗൈസ് അപ്പൊ കൊടുക്കാനുള്ളത് പൊട്ടക്കുഴിയാണ്.
ഈ സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഓർഡർ അടിക്കുന്നത്. ഒരു 12 to 2 മണി വരെ അത്യാവശ്യം നല്ല പോലെ ഓർഡർ അടിക്കും കേട്ടോ. ഞാൻ സൂപ്പർ റൈറ്റ് കയറിയ റൈറ്റഡാ. ഗൈസ്, അപ്പോൾ പട്ട റൂട്ടിലാണ് പോവാനുള്ളത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ അൽഹസ ഹോട്ടൽ കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ അവിടെ നിന്നാണ് ഇഷ്ടംപോലെ ഓർഡർ അടിക്കുന്നത്. അയ്യോ, കണ്ണിൽ എന്തിനൊന്ന് അടിച്ചു. ഷോ, എന്നാലും നീറ്റില് പൊന്നോ, ബാക്കി എന്തിനാണെന്ന് പറഞ്ഞോ. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കാണിക്കുന്നത്. കേട്ടാ, CR 88, CR 79. അപ്പോൾ റിട്ടേൺ അവിടെ നിന്ന് തിരിച്ചു പോകണം. പോട്ടെ. ഗൈസ്, അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി, ഓക്കെ. ഗൈസ്, അപ്പം 33 രൂപ. ഗൈസ്, അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്ക്വയർ ഓൺ മേഡ് ട്രീറ്റ് ആണ് കേട്ടോ, നമ്മളെ പട്ടം. അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് വർക്ക് ചെയ്യാം അല്ലേ. കുറച്ച് പഴം വാങ്ങിക്കാം കേട്ടോ. ഒരു കാര്യം ചെയ്യണം, രസകളി മതി. ഓ, എത്രയാണ് കിലോ? 90. വില കൂടിയാ? ഏത്തനാ? ശരി, നോക്കാം, പോട്ടെ. രസകളി പഴത്തിനെ 90 രൂപ. കിലോ 90. ഇത്രയും വില കയറി. പക്ഷെ നമ്മളവിടെ ഈ വിലയൊന്നും കിട്ടില്ല കേട്ടോ. നമ്മളവിടെ 10-65 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഗൈസ്, അപ്പോൾ പഴം വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ എന്തിനെന്നറിയാമോ? പഴം വാങ്ങിച്ചത് ഉറട്ടി കൊണ്ടുവന്നു. അപ്പൊ കറി ഇല്ല കേട്ടോ. കറി വെക്കാൻ സമയം കിട്ടിയില്ല. കാരണം അമ്മ മറ്റേ പാൽക്കുടം ഉണ്ടല്ലേ, മുരുക ക്ഷേത്രത്തിൽ, മുരുകന്റെ അമ്പലത്തിൽ പാൽക്കുടത്തിന്റെ വ്രതം എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു നേരം ഒരിക്കലാ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതായതുകൊണ്ട് ഗൈസ്, സ്ക്വയർ ഓൺ മേഡ് ട്രീറ്റ് ഇല്ലേ, ആ റെസ്റ്റോറൻറ്റിലെ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബേക്കറി ഐറ്റംസ് ആണ്. ഞാൻ ഇന്നാൾ പോയപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെ ഐറ്റംസ് അവിടെ വെച്ചിരിക്കുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എന്നാൽ നല്ല ഇതുണ്ട് കേട്ടോ, കളക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ. ഗൈസ്, ഫൈനലി നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, സ്ക്വയർ ഓൺ ഹോം മെയ്ഡ് ട്രീറ്റ് എന്ന് പറയുന്ന കടയാണ്. ഗൈസ്, ഇപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ എത്തി കേട്ടോ. അവിടെ വണ്ടി വരണോണ്ടേ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഓക്കെ. ലൊക്കേഷൻ എന്ന് പറയുമ്പോഴേ അപ്പർ സൈഡിൽ നിന്ന് അപ്പർ സൈഡാണ് ഇന്ന്. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു വരേണ്ടത്. ശരി, 32 രൂപയാണ് കിട്ടിയത്. ഗൈസ്, ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ അമ്മയ്ക്ക് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉരട്ടി ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഇന്നലത്തെ കാ ബജി എടുത്തു വെച്ചിരുന്നു, അതുമുണ്ട്. കാ ബജിയാണ് കേട്ടോ സംഭവം. കൊവുന്നുപോയി. പിന്നെ പഴം വാങ്ങിച്ചു കേട്ടോ. പഴം അറിയാലോ, നേരത്തെ നമ്മൾ വാങ്ങിച്ചതാണ്.
അപ്പോൾ കഴിക്കട്ടെ ചേട്ടാ, എന്തായാലും സമയമില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് ഷാഡോ ഫിഷ് ഫുഡ് ഡെലിവറി 1 lakh പ്രോഫിറ്റ് ചലഞ്ച് ഡേ 13 നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് 657 രൂപയാണ് കേട്ടോ. അതിൽ 235 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്, പിന്നെ 30 രൂപ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് മൈനസ് ചെയ്തിട്ട് 392 രൂപയാണ് നമ്മളെ ഡേ 13 നമ്മളെ പ്രോഫിറ്റ്. അപ്പോൾ നമുക്കതിനെ റൗണ്ട് ചെയ്ത് 8 രൂപ കൂടെ ചേർത്ത് 400 രൂപ ആക്കാം കേട്ടോ, റൗണ്ടായിട്ടിരിക്കട്ടെ. ഗൈസ്, നമുക്ക് ഡേ 1 മുതൽ ഡേ 13 വരെ ഷാഡോ ഫിഷ് 1 lakh പ്രോഫിറ്റ് ചലഞ്ച് ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 8683 രൂപയാണ്. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.